നമസ്കാരം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ്, LGS മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള 3 ക്ലാസ്സുകൾ എല്ലാവരും കേട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള രാസഭൗതിക മാറ്റങ്ങളും പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ് രാസഭൗതിക മാറ്റങ്ങൾ എന്ന് നോക്കാം. നമുക്ക് മാറ്റങ്ങളെ രണ്ടായി തിരിക്കാം. രാസമാറ്റങ്ങളും ഉണ്ട്, ഭൗതിക മാറ്റങ്ങളും ഉണ്ട്. ആദ്യം തന്നെ എന്താണ് ഭൗതിക മാറ്റം എന്ന് നോക്കാം. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കുള്ള മാറ്റമാണ്. ഭൗതിക ഗുണങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആകൃതി, വലിപ്പം അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. ഈ ഭൗതിക മാറ്റത്തിലൂടെ പുതിയ പദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതായത് എന്തെങ്കിലും ഉരുകുന്നത്, പൊട്ടുന്നത്, കീറുന്നത് ഇങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഭൗതിക മാറ്റങ്ങളായിട്ട് പറയാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മാറ്റമാണ് മെഴുക് ഉരുകുന്നത്. മെഴുക് ഉരുകുന്നത് ഏത് തരത്തിലുള്ള മാറ്റത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും? മെഴുക് ഉരുകുന്നത് ഏത് തരത്തിലുള്ള മാറ്റമാണ്? ഭൗതിക മാറ്റമാണ്. അതിനുള്ള കാരണം ഈ ഉരുക്കിയ മെഴുകിനെ വീണ്ടും അവിടെ പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. മെഴുക് ഉരുക്കി വീണാലും അത് ആര് തന്നെയാണ്? മെഴുക് തന്നെയാണ്. പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരു പേപ്പർ ചുരുട്ടുന്നത് നമുക്ക് ഭൗതിക മാറ്റത്തിന് ഉദാഹരണമായിട്ട് പറയാം. ഒരു കുപ്പി പൊട്ടുന്നത്, പേപ്പർ ചുരുട്ടുന്നത് ആ ചുരുണ്ട അതിൻ്റെ ആകൃതി മാറുക അല്ലെങ്കിൽ വലിപ്പം മാറുകയാണ്. അല്ലാതെ അവിടെ പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. കുപ്പി പൊട്ടുമ്പോഴും അതുപോലെ തന്നെയാണ്. ജലം ഐസാകുന്നത്, അവിടെയും പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. ജലം ഐസാകുന്നതൊക്കെ, അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ ജലം ഐസാകുന്നത്, ജലം നീരാവിയാകുന്നതൊക്കെ രാസപ്രവർത്തനമല്ലേ, രാസമാറ്റം അല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് പഠിച്ചു വെച്ചുകൊള്ളുക. അതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ തൽക്കാലത്തേക്കുണ്ടാകുന്ന മാറ്റം, പദാർത്ഥങ്ങളുടെ തന്മാത്രാ ക്രമീകരണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് രാസമാറ്റം എന്ന് പറയാം. രാസമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് രാസമാറ്റത്തിലൂടെ. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? രാസമാറ്റങ്ങളെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറിയ നോട്ടുകളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ബുക്ക് എടുത്ത് എഴുതി തുടങ്ങിയവർ നമ്മുടെ 3 ദിവസത്തെ നോട്ടിനകത്ത് ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂഷൻ കാണും, ഇങ്ങനെയൊക്കെ പോയാൽ എല്ലാ സിലബസും കവർ ചെയ്യുമോ, എല്ലാ സബ്ജക്റ്റും പോകുമോ എന്നൊക്കെയുള്ളത്. നമ്മൾ അവിടെ ഇവിടെയും കുറേ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഇന്നിപ്പം കെമിസ്ട്രി പഠിച്ചിട്ട് നാളെ പോയി അടുത്ത സബ്ജക്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരു ഓർഡറിൽ തീർത്ത് പോവാം. പലരും ചെയ്യുന്നത് ഇന്ന് കുറച്ച് കെമിസ്ട്രി പഠിച്ചു, അടുത്ത പോയി ബയോളജിയുടെ ആദ്യത്തെ ഭാഗം പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? എല്ലാത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം കവറായിട്ട് പോകും. നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ? എല്ലാ സിലബസിലെ എല്ലാ പോർഷനിലെ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും. ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുത്താൽ അതിൽ യൂറോപ്യന്മാരുടെ വരവും ആഗമനവും എല്ലാവർക്കും അറിയായിരിക്കും. അകത്തോട്ടുള്ള പോർഷനൊന്നും പഠിക്കത്തില്ല, എപ്പോഴും തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്ത ആദ്യ ഭാഗം ആറ്റം എല്ലാവർക്കും അറിയായിരിക്കും. ബയോളജി എടുത്താൽ കോശം എല്ലാവർക്കും അറിയായിരിക്കും. അകത്തേക്കുള്ള ഭാഗങ്ങൾ പഠിക്കാതെ വീണ്ടും പുതിയ സബ്ജക്റ്റുകളിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് തീർത്ത് വന്നിട്ട് അത് റിവിഷൻ ചെയ്ത് ആ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ആ രീതിയിൽ പഠിക്കുക. നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സിലേക്കൊക്കെ പോകും കേട്ടോ. കറണ്ട് അഫേഴ്സ് എല്ലാ ക്ലാസ്സുകളും എടുക്കും. നിങ്ങൾ 100 ദിവസം നമ്മളോടൊപ്പം കട്ടാക്കി കൂടെ നിന്നാൽ മതി. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളും കൂടെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ടും കൂടെ ഇടുക. ക്ലിയർ ആണല്ലോ. അപ്പം രാസമാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഏത് തരത്തിലുള്ള മാറ്റമാണ്? രാസമാറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ബുക്കിൽ എഴുതി എടുത്തുകൊള്ളുക. ഞാൻ പറയുന്നത് ബോർഡിൽ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റം, അവിടെ ഇരുമ്പ് തുരുമ്പിച്ചൊരു പുതിയ പദാർത്ഥം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ വിറക് കത്തി ചാരമാകുന്നത്, അവിടെ പുതിയൊരു പദാർത്ഥം ഉണ്ടായി, ചാരമായി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായി? പുതിയൊരു പദാർത്ഥം ഉണ്ടായി. അല്ലെങ്കിൽ പഞ്ചസാര കത്തി കരിയാകുന്നു. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിക്കുന്നത്, മാങ്ങ പഴുക്കുന്നത്, ഇങ്ങനത്തെയുള്ള എല്ലാം നമുക്ക് എന്തിൽ പറയാൻ പറ്റും? രാസമാറ്റത്തിൽ പറയാനായിട്ട് കഴിയും. മാങ്ങ പഴുത്ത് പുതിയൊരു പദാർത്ഥമായിട്ട് മാറുകയാണ്, നമുക്കതിനെ വീണ്ടും പച്ചമാങ്ങയാക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്തിൽ ഉദാഹരണമായിട്ട് പറയാം? രാസമാറ്റത്തിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് രാസഭൗതിക മാറ്റങ്ങൾ. എന്താണെന്ന് ചോദിക്കത്തില്ല, നമുക്ക് ഉദാഹരണം തന്നിട്ടില്ല. രാസമാറ്റത്തിൽ പെടുന്നത് ഏതാണ്, പെടാത്തത് ഏതാണ് എന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്കിവിടെ ഉൽപ്രേരകം എന്ന് കൊടുത്തിട്ടുണ്ട്.
എന്താണ് ഈ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്? ഉൽപ്രേരകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയും. ഇപ്പോൾ ഒരു രാസപ്രവർത്തനം രണ്ട് സാധനങ്ങൾ കൂടിച്ചേരും, ആ കൂടിച്ചേരുന്ന രണ്ട് സാധനങ്ങളെ എന്താ പറയുന്നത്? അഭികാരകങ്ങൾ എന്ന് പറയും. അഭികാരകങ്ങൾ. അതിലൂടെ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഉൽപ്പന്നങ്ങൾ. ഉണ്ടാകുന്നതിനെ എന്തെന്ന് പറയും? ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ എന്ന് പറയും. ഇനി എന്താണ് ഉൽപ്രേരകം എന്ന് പറയുന്നത്? സ്വയമായിട്ടൊരു മാറ്റത്തിന് വിധേയമാകാതെ എന്നാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. അവർക്ക് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം? വേണമെങ്കിൽ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗത ചെന്നിട്ട് കൂട്ടാം, അല്ലേ? വേണമെങ്കിൽ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യാം? കുറയ്ക്കാം. അങ്ങനെ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. അപ്പോൾ ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മാംഗനീസ് ഡയോക്സൈഡ്, അതുപോലെ വനേഡിയം പെൻറ്റോക്സൈഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഇതൊക്കെ നമുക്ക് ഇരുമ്പും ഒരു ഉൽപ്രേരകമാണ്. ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉൽപ്രേരകങ്ങൾ രണ്ട് രീതിയിൽ പറയാം. പോസിറ്റീവ് ഉൽപ്രേരകങ്ങളും ഉണ്ട്, നെഗറ്റീവ് ഉൽപ്രേരകങ്ങളും ഉണ്ട്. ആ പേരിൽ തന്നെ കിട്ടും. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളാണെങ്കിൽ അവരെ പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയാം. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ നെഗറ്റീവ് ഉൽപ്രേരകങ്ങളെന്നും പറയാനായിട്ട് കഴിയും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ചില പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങളും അതിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങളും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്ന് ബുക്ക് എടുത്ത് എഴുതിക്കൊള്ളുക. സമ്പർക്ക പ്രക്രിയ. എന്തിൻ്റെ നിർമ്മാണമാണ് സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്? സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ്. എഴുതിക്കേ ബുക്ക് എടുത്തിട്ട്. സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ്. സൾഫ്യൂറിക് ആസിഡ് H2SO4ൻ്റെ നിർമ്മാണമാണ് ഈ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. അടുത്തത് ഹേബർ പ്രക്രിയ അമോണിയയുടെ നിർമ്മാണമാണ് ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത്. NH3 അമോണിയയിൽ സ്പോഞ്ചി അയൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയൺ എന്ന് പറയുന്നത് ഒരു ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്പോഞ്ചി അയൺ ആണ് ഹേബർ പ്രക്രിയയിലെ ഉൽപ്രേരകം. വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കലാണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. വനസ്പതി നിർമ്മാണം നിക്കലാണ്. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്തിൻ്റേതാണ്? നൈട്രിക് ആസിഡിൻ്റെ HNO3 നൈട്രിക് ആസിഡിൻ്റെ പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. അവിടെ പ്ലാറ്റിനമാണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. സമ്പർക്ക പ്രക്രിയ വനേഡിയം പെൻറ്റോക്സൈഡ്, ഹേബർ പ്രക്രിയ സ്പോഞ്ചി അയൺ, വനസ്പതി നിർമ്മാണം നിക്കൽ, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ പ്ലാറ്റിനമാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഏകദിശാ പ്രവർത്തനങ്ങളും ഉഭയദിശാ പ്രവർത്തനങ്ങളും എന്ന് നോക്കാം. ഏകദിശാ പ്രവർത്തനങ്ങളും ഉണ്ട്, ഉഭയദിശാ പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള കൂടിച്ചേരുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഈ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറും, എന്നാൽ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകങ്ങളായിട്ട് മാറത്തില്ല. അങ്ങനെയുള്ള റിയാക്ഷനുകളാണ് ഏകദിശാ പ്രവർത്തനങ്ങൾ. ഒരു സൈഡിലോട്ടും മാത്രമേ നടക്കത്തുള്ളൂ. ഏകദിശാ പ്രവർത്തനങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഏകദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറും, എന്നാൽ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായിട്ട് മാറത്തില്ല. എന്നാൽ രണ്ട് ദിശകളിലേക്കും നടക്കുന്നതാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറും, ഇതേ സമയം നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ തിരിച്ച് എന്തായിട്ട് മാറ്റാം? അഭികാരകങ്ങളായിട്ട് മാറ്റാനും പറ്റും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലോട്ടും നടക്കുന്നു പറയുമ്പോൾ അവിടെ രണ്ട് റിയാക്ഷൻ ഉണ്ടല്ലോ, പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും. അതിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാത്രം മാറുന്നതിനെ പുരോപ്രവർത്തനം എന്ന് പറയും. ഒരു ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലോട്ടും നടക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതിനെ പുരോപ്രവർത്തനം എന്നും, ഇതേ സമയം ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകങ്ങളായിട്ട് മാറുന്നതിനെ പശ്ചാത് പ്രവർത്തനമെന്നും പറയും. പുരോപ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഫോർവേഡ് റിയാക്ഷനാണ്. പശ്ചാത് പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്ക്വേഡ് റിയാക്ഷനാണ് പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി
ഒരു രാസപ്രവർത്തനത്തിൽ ഈ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായിട്ട് വരും. പുരോപ്രവർത്തനം അതായത് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന അത്രയും തന്നെ തിരിച്ച് ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായിട്ടും മാറും. ഈ ഘട്ടത്തെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്താണ് സംവൃത വ്യൂഹം എന്ന് നമുക്ക് നോക്കാം. സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യൂഹത്തിലേക്ക് പുതുതായിട്ടൊന്നും ചേർക്കാതിരിക്കുകയും എന്നാൽ അതിൽ നിന്നൊന്നും എടുക്കാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹത്തെയാണ് നമ്മൾ സംവൃത വ്യൂഹം അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു വ്യൂഹത്തിനകത്തോട്ട് പുതുതായിട്ടൊന്നും ചേർക്കുന്നതുമില്ല, അതിൽ നിന്നൊന്നും എടുക്കുന്നതുമില്ല, അങ്ങനെയാണെങ്കിൽ അതിനെ സംവൃത വ്യൂഹം എന്ന് പറയാം. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റുകളൊന്ന് അറിഞ്ഞിരിക്കുക. പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും തുല്യമായിട്ട് വരുന്ന ആ ഘട്ടത്തെ രാസസന്തുലനാവസ്ഥ എന്ന് പറയും. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യൂഹത്തിൽ നിന്ന്, ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതുതായിട്ടൊന്നും എടുക്കുന്നുമില്ല, അതിനകത്തോട്ടൊന്നും ചേർക്കുന്നുമില്ല എങ്കിൽ അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു തത്വമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ഒന്നുമില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ആ തത്വം ഒന്ന് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത് കാണാതെ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങളത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ, അപ്പോൾ എന്താണ് സന്തുലനാവസ്ഥ എന്ന് നേരത്തെ പഠിച്ചു. പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടമാണ് സന്തുലനാവസ്ഥ. സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യൂഹത്തിൽ 3 കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്നറിയാമോ? സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ 3 കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഒന്ന് ഗാഢത, അതിൻ്റെ ഗാഢതയിൽ മാറ്റം വരുത്തുന്നു. അല്ലെങ്കിൽ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഗാഢത, മർദ്ദം, ടെമ്പറേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ ഈ വ്യൂഹം എന്തോ ചെയ്യുമെന്നറിയോ? ഈ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം, ഇതിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ ഒരു ഫലം ഉണ്ടാവുമല്ലോ, ഒരു റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ടിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് എന്തോ ചെയ്യും? ഒരു പുനഃക്രമീകരണമൊക്കെ നടത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പുതിയ സന്തുലനാവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. സന്തുലനാവസ്ഥയിൽ ഒരു വ്യൂഹം ഇരിക്കുന്നു, അപ്പോൾ നമ്മളതിൽ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തുന്നു. ഒന്നെങ്കിൽ ഗാഢത, അല്ലെങ്കിൽ മർദ്ദം, അല്ലെങ്കിൽ താപനില. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തുമ്പോൾ ആ വ്യൂഹത്തിന് എന്ത് ചെയ്യും? ഒരു ഫലം ഉണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം മാറ്റം വരുത്തി എന്തെങ്കിലും ഒരു റിസൾട്ട് വരുമല്ലോ. അപ്പോൾ ആ റിസൾട്ടിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ആ റിസൾട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ വ്യൂഹം എന്തോ ചെയ്യും എന്നറിയോ? സ്വയമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഒരു പുതിയ സന്തുലനാവസ്ഥയിലേക്ക് വരും. ഇതിനെയാണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഈ ലേ ഷാറ്റ്ലിയർ തത്വത്തിന് പറയാം. നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റും. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാൾ നല്ലപോലെ ഇങ്ങനെ ഉറങ്ങുകയാണ്, ഒന്നും അറിയുന്നില്ല, നല്ല ഉറക്കമാണ്. പെട്ടെന്ന് ആരെങ്കിലും വന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ നമുക്ക് ആ വരുന്ന ഫോൺ കോളിനെ എന്തായിട്ട് എടുക്കാനായിട്ട് പറ്റും? ഒന്നെങ്കിൽ ഗാഢത, അല്ലെങ്കിൽ മർദ്ദം, അല്ലെങ്കിൽ താപനിലയായിട്ട് നിങ്ങൾ എടുക്കുക. അവിടെ വരുന്ന ഒരു എക്സ്റ്റേണൽ വരുന്ന ഒരു കാര്യമായിട്ട് എടുക്കുക. അപ്പം ഈ നല്ലതായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്നൊരു ഫോൺ കോൾ വരുമ്പോൾ അയാൾക്ക് എന്തോ വരും? എണീറ്റിട്ട് അയ്യോ ഇതാരാ വിളിക്കുന്നത്, ആ ഒരു ഉറക്കം അങ്ങ് പോവുമല്ലേ. അപ്പം ആ ഒരു ഫലം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം എന്ത് ചെയ്യും? ഒരു പുനഃക്രമീകരണമൊക്കെ നടത്തി നേരെ ചൊവ്വേക്ക് ഒന്ന് കിടന്ന് വീണ്ടും എന്ത് ചെയ്യും? പുതിയൊരു രീതിയിലേക്ക് എത്തും, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ കിടക്കും, പുതിയൊരു സന്തുലനാവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലേ ഷാറ്റ്ലിയർ തത്വം ഓർക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയണോ? എന്തിലൊക്കെയാണ് മാറ്റം വരുത്തുന്നത്? ഗാഢത, മർദ്ദം, ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തിയാൽ അതുമായിട്ടുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ ഈ വ്യൂഹം എന്ത് ചെയ്യും? പുതിയൊരു സന്തുലനാവസ്ഥയിലേക്ക് എത്തും. ഇതിനെയാണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ പഠിച്ചിരിക്കുക. ഇനി നമുക്കറിയേണ്ടതായിട്ട് ഉള്ളത് എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും എന്താണെന്ന് അറിയണം. എൻഡോ ഇത് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എപ്പോഴും മാറിപ്പോകുന്നതാണ്. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം പുറംതള്ളുകയാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. താപം പുറത്തുവിടുന്ന പ്രവർത്തനമാണ് എക്സോതെർമിക് റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം ആഗിരണം ചെയ്യുകയാണെങ്കിൽ, താപം എടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് തെറ്റിക്കാതെ പഠിച്ചുകൊള്ളുക. താപം പുറംതള്ളുന്ന പ്രവർത്തനം എക്സോതെർമിക്കും, താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ എൻഡോതെർമിക് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വൈദ്യുത രാസപ്രവർത്തനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം എക്സാമിൽ ചോദിച്ച് കാണുന്നുണ്ട്. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അതിനകത്ത് ഇന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കേട്ട് നോട്ട് എഴുതി വൃത്തിയോടെ പഠിച്ചിട്ട് നമ്മുടെ രാത്രിയിലെ ടെലിഗ്രാം ചാനലിലുള്ള എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. പഠിച്ചത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി ക്ലാസ്സുകൾ കാണാം. 100 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. താങ്ക്